എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്, മലപ്പുറം തിരൂരിന്ന്. ഫസ്റ്റ് മുതൽ ഒരു +2 കഴിഞ്ഞതിന് ശേഷം, അതിന് മുന്നേ ഒരു 10th കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ തപ്പുമ്പോഴാണ് സൈലം ഞാൻ കാണുന്നത് തന്നെ. അപ്പോൾ എന്തുകൊണ്ട് സൈലം ചൂസ് ചെയ്തുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഞാൻ സൈലത്തിൽ ജോയിൻ ചെയ്തപ്പോൾ മെയിൻലി അനന്തു സാറിനെ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് തന്നെ. അപ്പോൾ അനന്തു സാറിൻ്റെ ഫുൾ മോട്ടിവേറ്റഡ് സ്റ്റോറീസ് കേട്ടിട്ട് തന്നെ അനന്തു സാറിനെ പോലെ തന്നെ ആവണം എന്നുള്ളൊരു ആഗ്രഹത്താലാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ സൈലത്തിൽ കയറിയപ്പോൾ കുറേ പേരുണ്ട് ഇവിടെ, എന്താവും, എങ്ങനെയാവും, എക്സാംസ് എങ്ങനെ അറ്റൻഡ് ചെയ്യും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ നീറ്റിനായിട്ട് തന്നെ വരുന്നത് തന്നെ. എങ്ങനെയാ നീറ്റ്, എന്താ അതിൻ്റെ ബേസ് ഒന്നും എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഞാൻ സ്റ്റേറ്റിലാണ് പഠിച്ചത്. +1, +2, 10th, +2 വരെ ഞാൻ സ്റ്റേറ്റിലായിരുന്നു പഠിച്ചത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ പേര് ഇൻറ്റഗ്രേറ്റഡ് CBSE, അപ്പോൾ അവരായിട്ട് എങ്ങനെ കോമ്പറ്റീറ്റ് ചെയ്യുക എന്ന് പോലും എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഞാൻ വന്ന ടൈമിൽ തന്നെ DTS സ്റ്റാർട്ട് ചെയ്യുമ്പോൾ DTSൻ്റെ ഫസ്റ്റ് മാർക്സൊക്കെ ഭയങ്കര കുറഞ്ഞുകൊണ്ട് വന്നിരുന്നു. ടീച്ചേഴ്സ് പറയും ഓക്കെ ഇമ്പ്രൂവ് ആവും, പിന്നേക്ക് പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ആവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു പാറ്റേണിൽ പോവുകയാണെങ്കിൽ തന്നെ ഓക്കെ ഇമ്പ്രൂവ് ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും ഭയങ്കരമായിട്ട് എന്താ പറയുക സപ്പോർട്ടാണ്. ഒരു ഡേ ഓഫ്ലൈനും ഒരു ഡേ ഓൺലൈനായിട്ട് വരുന്നത്. അപ്പോൾ ഓൺലൈൻ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് എല്ലാം കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിലോട്ട് വരികയാണ്. അപ്പോൾ എല്ലാം നമ്മൾ ഒന്നും അറിയില്ല, സംഭവം എന്താ, ചാപ്റ്റേഴ്സ് എന്താ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ബേസ് അതിന് കിട്ടും. ആൻഡ് അതിലും പിന്നീട് നമ്മൾ രാവിലെ മോർണിംഗ് ഇവിടെ എത്തും, ഓഫ്ലൈൻ ഡേക്ക് എത്തുമ്പോൾ എക്സാംസ് ഉണ്ടാവും. അപ്പോൾ ആ എക്സാം ഡേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, സംഭവം എന്താ നമുക്ക് അത്ര അറിയില്ലല്ലോ. പിന്നെ ഓഫ്ലൈനിൽ ടീച്ചേഴ്സ് മൊത്തത്തിൽ എക്സ്പ്ലനേഷൻ തരുമ്പോഴാണ് നമുക്ക് എന്താണ് ആ സാധനം എന്ന് കറക്റ്റ് മനസ്സിലാവണത് തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് കുറേ ട്രിക്സും ടിപ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് തരും. നമുക്ക് ഓക്കെ പക്ക നമ്മൾ പിന്നീട് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ആ ഒരു സാധനം പക്കയാക്കിയിട്ടാണ് നമ്മളെ വിടുക. ഈ NCERT ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് DPPയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ DPP ഇപ്പോൾ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും NCERT വായിക്കണം എന്നില്ല. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ DPP തന്നെ മതി. അപ്പോൾ ഇത്രയും സൈലത്തിൽ ഇത്രയും റിസൾട്ട് കാരണം ആ DPPയും പ്ലസ് NCERTയും കൂടിയാണ്. ആ ഒരു DPP അതേപോലെ മെറ്റീരിയൽസ് ആണെങ്കിലും നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ യൂസ്ഫുള്ളാണ്, ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ അത്യാവശ്യം വലുതാണ്, അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ഇത്രയും പേരുണ്ടല്ലോ എങ്ങനെ പഠിക്കും, പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഒരു റൂമിൽ 12 പേരാണ്. അപ്പോൾ ആ ഒരു 12 പേര് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര കണക്ഷനാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഹോസ്റ്റലിൽ തരുന്നത് തന്നെ. വാർഡനായാലും മെൻറ്ററായാലും എല്ലാം ഒക്കെ നല്ലത് തന്നെയാണ്. അതെ, എന്തായാലും കിട്ടും, പ്രാവശ്യം കിട്ടിയിട്ടേ പോകും ഇവിടുന്ന്.